മറ്റത്തൂരിൽ ബി.ജെ.പിയുമായി മുൻ ധാരണയോ സഖ്യമോ ഇല്ലെന്ന നടപടി നേരിട്ട ഡി.സി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ ചതിച്ചത് കെ.ആർ. ഔസേപ്പാണ്. ഔസേപ്പിനെ യു.ഡി.എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു. ഹാളിൽ എത്തിയപ്പോഴാണ് ഔസേപ്പ് എൽ.ഡി.എഫിനൊപ്പം ചേർന്നു എന്ന് മനസ്സിലായത്. തുടർന്ന് ടെസ്സിയെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ടി.എം. ചന്ദ്രൻ പറഞ്ഞു. അതേസമയം ഡി.സി.സിയുടേത് അപഹാസ്യ നാടകമാണെന്നും നേതൃത്വത്തിന്റെ പിടിപ്പുകേട് മറച്ചുവെക്കാൻ തങ്ങളെ ബലിയാടാക്കുകയാണെന്നും ടി.എം. ചന്ദ്രൻ ആരോപിച്ചു. ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ CPM ചെയ്ത കൊടും പാതകം, വലിയ ജനവഞ്ചന, ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ CPM നടത്തിയ ശ്രമങ്ങളെ മറച്ചുവെക്കാനും മൂടിവെക്കാനും ചില മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ഈ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. 10 സീറ്റുകൾ വീതം LDFും UDFും നേടിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി കെ.ആർ. ഔസേപ്പിനെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറായി തെരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തതാണ്. CPMന് പലതും മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനുമുണ്ട്. അങ്ങനെ ഒളിച്ചു വെക്കാനും മറച്ചു വെക്കാനുള്ളതിന്റെ ഭാഗമായി ഇവർക്ക് കെ.ആർ. ഔസേപ്പിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് ഔസേപ്പിനെ വിലക്കെടുക്കുകയായിരുന്നു. സ്വാഭാവികമായും നമ്മുടെ UDFിന്റെ മെമ്പർമാർ തെരഞ്ഞെടുപ്പ് ഹാളിൽ എത്തിയതിനു ശേഷമാണ് ഔസേപ്പ് കൂറുമാറി എന്ന് ചതിച്ചു എന്നും മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർ അപ്പോൾ കൂടിയാലോചിച്ച് ഔസേപ്പിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ ടെസ്സിയെ മത്സരിപ്പിക്കുകയും ആ ടെസ്സിക്ക് BJPക്കാരുടെ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു മുൻ ധാരണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടുള്ളത്. മറ്റത്തൂരിൽ ബി.ജെ.പിയെ പിന്തുണച്ച കോൺഗ്രസ് വാർഡ് അംഗങ്ങൾക്കിടയിൽ ഭിന്നത. കോൺഗ്രസ് ബി.ജെ.പി കൂട്ടുകെട്ട് അറിയാതെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച കോൺഗ്രസ് വിമതനെ വോട്ട് ചെയ്തതെന്ന് രാജിവെച്ച വാർഡ് മെമ്പർ അക്ഷയ് സന്തോഷ് പറഞ്ഞു. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് കൂട്ടുകെട്ടിനെ കുറിച്ച് അറിഞ്ഞത്. ബി.ജെ.പിയുമായി ചേർന്ന് പ്രവർത്തിക്കാനില്ലെന്നും അക്ഷയ് പറഞ്ഞു. മറ്റത്തൂരിലെ കോൺഗ്രസ് ബി.ജെ.പി കൂട്ടുകെട്ടിന്റെ എതിരഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ബി.ജെ.പി കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളുടെ ഇന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ബി.ജെ.പി കൂട്ടുകെട്ടാന്നുള്ള കാര്യം അറിഞ്ഞ് കൊണ്ട് വർഗീയ ശക്തിയായ ബി.ജെ.പിയുടെ കൂടെ പ്രവർത്തിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. മറ്റത്തൂരിൽ രാജിവെച്ച സംഭവത്തിൽ കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടരാജിയാണ് വെച്ചത്. രാജിവെച്ച ആ സംഭവത്തിൽ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റച്ചാട്ടത്തിന് ബി.ജെ.പിയിലെത്താൻ തക്കം പാർത്തിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ ചാട്ടമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂരിൽ കണ്ടത്. 8 കോൺഗ്രസ് അംഗങ്ങൾ മാത്രമേ അവിടെ UDFിനുള്ളൂ. മരുന്നിന് പോലും ഒരാളെ ബാക്കി വെക്കാതെ ബി.ജെ.പി അവരെ അങ്ങ് എടുത്തു. കേരളം പരിചയിച്ച രാഷ്ട്രീയ കാഴ്ചയല്ലിത്. ഈ പഞ്ചായത്തിൽ LDF പ്രസിഡന്റ് വരുന്നത് തടയാനാണ് കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയോടൊപ്പം ചേർന്നത്. അതവർ തുറന്നു പറയുന്നുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ബി.ജെ.പി ആകാൻ മടിക്കില്ല എന്നാണ് ഇവിടെ തെളിയുന്നത്. കൈപ്പത്തി ചിഹ്നം താമരയാക്കി മാറ്റാൻ കോൺഗ്രസുകാർക്ക് മനസാക്ഷിക്കുത്തില്ല. ബി.ജെ.പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകും എന്ന കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് മറ്റത്തൂരിൽ അനുയായികൾ നടപ്പാക്കിയത്. സംസ്ഥാനത്ത് പലയിടത്തും ബി.ജെ.പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നത് തദ്ദേശ ഫലത്തിൽ വ്യക്തമാണ്. അതവർ ഒരു മടിയുമില്ലാതെ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിൽ ആരും ബി.ജെ.പിയിൽ പോയിട്ടില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മറ്റൊരു വിമതനെ LDF പ്രസിഡന്റ് ആക്കിയപ്പോൾ മറ്റൊരാളെ കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. എന്നാൽ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായാണ് അവർ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. തോറ്റ് തൊപ്പിയിട്ടിരിക്കുമ്പോഴും ഇതുപോലത്തെ പരിഹാസം പറയുന്നതിനാണ് വലിയ താല്പര്യം കാണിക്കുന്നത്. ഈ തോൽവിയെ കുറിച്ചാണ് പഠിക്കുന്നത്. തോറ്റിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ടാണ് മറ്റത്തൂരിലെ കാര്യം പറയണം. മറ്റത്തൂരിലെന്താ? മറ്റത്തൂരിൽ 2 വിമതന്മാർ ജയിച്ചിരുന്നു. അതിലൊരു വിമതനെ CPM പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് മറ്റേ വിമതനെ ജയിച്ച ആളെ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തു. അതാണ്. അത് പാർട്ടി തീരുമാനത്തെ ലംഘിച്ചാണ് അവർ ചെയ്തത്. അല്ലാതെ അവരാരും ബി.ജെ.പിയിലൊന്നും പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ആഗ്രഹം അവർ ബി.ജെ.പി പോകണമെന്നാണ്. കാരണം ബി.ജെ.പിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അമിത്ഷായും
നരേന്ദ്രമോദി എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്നിട്ട് ഈ പഞ്ചായത്തിലുണ്ടായ കാര്യത്തിൽ കോൺഗ്രസിനെ പരിഹസിക്കാൻ വരിക. ആ കോൺഗ്രസ്സുകാരെ ആരും BJPയിലൊന്നും പോയിട്ടില്ല. മറ്റത്തൂരിൽ കുതിരക്കച്ചവടം നടത്തിയത് CPIM ആണെന്ന് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്. കോൺഗ്രസിൽ നിന്ന് വിജയിച്ച ഔസേപ്പിനെ വിലക്കെടുത്തത് CPIM ആണ്. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് വന്നവർക്ക് നിരുപാധിക പിന്തുണയാണ് BJP നൽകിയതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. മറ്റത്തൂരിൽ യഥാർത്ഥത്തിൽ കുതിരക്കച്ചവടം നടത്തിയത് CPM ആണ്. CPMന്റെ ജില്ലാ നേതൃത്വവും CPMന്റെ അവിടുത്തെ ഏരിയ നേതൃത്വത്തിൻ്റെയും അറിവോടുകൂടി 5 വർഷക്കാലം ആ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ ഔസേപ്പിനെ സാമ്പത്തികപരമായി സഹായം ചെയ്തുകൊണ്ട് കുതിരക്കച്ചവടം നടത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം മറ്റത്തൂർ ഭരിച്ച ഇടതുപക്ഷ മുന്നണിക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ നിർത്തുവാൻ സാധിക്കാത്ത സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണാവോ, ഇനി അവരുടെ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണാവോ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിട്ടുള്ള 8ഓളം മെമ്പർമാർ അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹായം ചോദിച്ച സമയത്ത് ഞങ്ങൾ അവരെ പുറത്തുനിന്ന് സഹായിച്ചു എന്നുള്ളത് സത്യമാണ്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP ബന്ധത്തിൽ വിമർശനവുമായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ്. കേരളത്തിലെ ഒരു പഞ്ചായത്തിലെ കോൺഗ്രസ് പൂർണ്ണമായും BJPയിൽ ലയിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് BJPയിൽ ലയിച്ചത്. BJP അധികാരത്തിലെത്താൻ BJP തന്നെ ജയിക്കണമെന്നില്ല, അതിന് കോൺഗ്രസ് ജയിച്ചാലും മതിയെന്ന് മറ്റത്തൂർ മുതൽ കുമരകം വരെ തെളിയിക്കുന്നുവെന്നുമാണ് സ്വരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള വിമർശനം. ഇടവേള. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടിയില്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. നിരവധി അനവധി സമ്മാനങ്ങളുമായി കേരളം കാത്തിരിക്കുന്ന ബമ്പർ ഇതാ എത്തിക്കഴിഞ്ഞു. മൈജി ക്രിസ്മസ് ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒരു ഭാഗ്യശാലിക്ക് ഏറ്റവും കുറഞ്ഞ ക്രിസ്മസ് വിലയിൽ ഷോപ്പ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. മൈജി ക്രിസ്മസ് ബമ്പർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. കൊട്ടാങ്ങൽ പാങ്ങോട് പഞ്ചായത്തുകളിൽ പ്രാദേശിക ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിനെ പിന്തുണച്ചതെന്ന് SDPI. BJP അധികാരത്തിൽ വരാതിരിക്കാനുള്ള സമീപനമാണ് സ്വീകരിച്ചത്. BJPയെ അകറ്റി നിർത്താൻ LDF UDF മുന്നണികൾ രാഷ്ട്രീയ സത്യസന്ധത പുലർത്തിയില്ലെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് പറഞ്ഞു. SDPI എടുത്ത നിലപാടുകളെ അത് സംബന്ധിച്ച് വലിയ ചർച്ചകളാക്കി മാറ്റിയിട്ടുണ്ട്. SDPI നിലപാടെടുത്തത് അത് ഇതുവരെ പുലർത്തിപ്പോരുന്ന രാഷ്ട്രീയ സത്യസന്ധതയുടെയും നിലപാടിൻ്റെയും ഭാഗമാണ്. 2 കാര്യങ്ങളാണ് SDPI അതിൽ തീരുമാനിച്ചത്. ഒന്ന്, BJP വിജയിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ BJPയെ പരാജയപ്പെടുത്താൻ നിലപാട്, അതായിരുന്നു ഒന്ന്. രണ്ടാമത്, ഏതെങ്കിലും മുന്നണികൾക്ക് BJP ഒഴികെയുള്ള ഏതെങ്കിലും ഒരു മുന്നണി LDFോ UDFോ അത് അവിടുത്തെ ഭരണ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും അസ്ഥിരമായ ഒരു ഗ്രാമപഞ്ചായത്ത് ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി അവിടുത്തെ നിലവിലുള്ള ഭരിക്കാൻ സാധ്യതയുള്ള മുന്നണികളുമായി സഹകരിച്ചു പോകാനുമാണ് തീരുമാനമെടുത്തത്. അങ്ങനെ എടുത്ത തീരുമാനവും നമ്മൾ
ഏകപക്ഷീയമായി ഏതെങ്കിലും മുന്നണികൾക്ക് പതിച്ചു കൊടുത്തതായിരുന്നില്ല. പ്രാദേശികമായി അവിടുത്തെ മുന്നണികളുമായി സംസാരിച്ച് തീരുമാനമായതിനു ശേഷമാണ് കൊടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആഗ്രഹമാണത്. അത് നടപ്പാക്കുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കില്ലെന്നും സതീശൻ പറഞ്ഞു. അതങ്ങനെയെന്ന് വെച്ചാൽ അത് AICCയുടെ കൂടെ തീരുമാനമാണ്. ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളോട് എപ്പോഴും നിർബന്ധമായിട്ട് പറയാറുള്ളത് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും സംഘടനാപരമായും തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാകും, 50% വേണം എന്ന് പറയാറുള്ളത്. അത് നടപ്പാക്കേണ്ട ചുമതലയാണ് ഞങ്ങളെ പോലുള്ളവർക്ക്. അത് ഞങ്ങളുണ്ടാക്കും. അതുകൊണ്ട് പഴയ തലമുറയോട് എല്ലാവരോടും മാറിയിരിക്കാനല്ലല്ലോ പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് കൂടി അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാകണം. ഞങ്ങളൊക്കെ അങ്ങനെ കയറി വന്ന ആളല്ലേ. ഇനി ഞങ്ങളുടെ പുറകെ വരേണ്ടവരാരും വരണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഉറപ്പായും സ്ത്രീകൾക്കും യുവാക്കൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി, ദേശീയ നേതൃത്വത്തിന്റെ കൂടി ആഗ്രഹമാണ്. ആ ആഗ്രഹം ഒരു പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. പ്രതിപക്ഷ നേതാവിന്റെ തലമുറ മാറ്റ പ്രസ്താവന യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷ്. ഉദയപൂർ സമ്മേളനത്തിന്റെ തീരുമാനം കേരളത്തിൽ ഗൗരവമായി നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും OJ ജനീഷ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ കാര്യത്തെ യൂത്ത് കോൺഗ്രസ് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഉദയപൂർ സമ്മേളനത്തിൻ്റെ തീരുമാനം അത് രാജ്യത്ത് കോൺഗ്രസ് കേരളത്തിൽ തന്നെ വളരെ സീരിയസ് ആയി നടപ്പാക്കുമെന്നാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഉദയപൂർ സമ്മേളനത്തിലാണ് യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും വളരെ പ്രാധാന്യത്തോടു കൂടി മറ്റ് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി നേതൃസ്ഥാനങ്ങളിലും അവസരം കൊടുക്കണമെന്നുള്ള ഒരു തീരുമാനം വന്നത്. അപ്പോൾ അതിനെ പാർട്ടി കേരളത്തിനകത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ അത് വളരെ പ്രകടമായി നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതുമാണ്. ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച പല പ്രദേശങ്ങളിലും ജില്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ തന്നെ വിജയിക്കാൻ വേണ്ടി സാധിച്ചു. വലിയ വിജയം നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളായി കൊണ്ടു നടന്ന പല സീറ്റുകളും ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ ഇടതുമുന്നണി യോഗത്തിൽ തീരുമാനം. ജനുവരി 12-ന് തിരുവനന്തപുരത്ത് കേരളത്തിനെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയം അടക്കമുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും സമരത്തിൽ പങ്കെടുക്കും. സന്നിധാനത്തേക്കാണ് ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ശബരിമലയിൽ വരുമാനത്തിൽ വർധന 332.77 ലക്ഷം രൂപയാണ് മണ്ഡലകാലത്തിൽ ശബരിമലയിൽ വരുമാനമായി ലഭിച്ചത്. 36 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാനായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ഈ വർഷം വരുമാനത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച വരെ മാത്രം 332.77 കോടി രൂപയാണ് വരുമാനം. 83.17 കോടി രൂപ കാണിക്കയായി ലഭിച്ചു. കഴിഞ്ഞ വർഷം 297.06 കോടിയായിരുന്നു 41 ദിവസത്തെ വരുമാനം. 30 ലക്ഷത്തിന് മുകളിലേറെ തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. വരുമാനത്തിലെ വർധനവ് ഭക്തരുടെ വർദ്ധിച്ച വിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ പറഞ്ഞു. ഈ കുത്തകലേലം, അതുപോലെ തന്നെ നടവരുമാനം, അരവണ സെയില്, മുറിയുടെ വാടക എല്ലാം കൂടെ ചേർത്ത് ഇന്നലെ വരെ 332 കോടിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ മണ്ഡലപൂജ ആവുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്തന്മാർ തന്നിട്ടുള്ള പണമെടുത്ത് നല്ല ഭക്ഷണം കൊടുക്കുക, അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ പേരിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ചിന്തയാണ് ഈ അന്നദാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്.
അത് ഭക്തന്മാരുടെ ഒരു സഹകരണമാണ് അതിനകത്ത്, ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. മകരവിളക്കിനായി നട തുറക്കുമ്പോൾ 12 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരമുണ്ടാകും. 10 എന്ന നിയന്ത്രണം തുടർന്നാൽ ശേഷിക്കുന്ന കാലയളവിൽ പ്രശ്നം ഉണ്ടാകില്ല. കൂടുതൽ വേണ്ടവർക്ക് ജനുവരി 20 ശേഷം തപാൽ മാർഗം അയക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ഉത്സവത്തിനായി 30 നട വീണ്ടും തുറക്കും. ജനുവരി 14 മകരവിളക്ക്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,730 രൂപ, പവന് 85,840 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. വി കെ പ്രശാന്ത് MLAയുടെ ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. കെട്ടിടം കോർപ്പറേഷൻ പരിധിയിൽ വരുന്നതാണെന്നാണ് ശ്രീലേഖ പറഞ്ഞത്. ആവശ്യം തള്ളി വി കെ പ്രശാന്ത് MLA. സംഭവം രാഷ്ട്രീയവൽക്കരിക്കേണ്ടെന്ന് പ്രതികരിച്ച മേയർ VV രാജേഷ്. ആവശ്യത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് വിമർശിച്ച CPIM. കൗൺസിലറുടെ ഓഫീസിന് സ്ഥലപരിമിതി ഉള്ളതിനാൽ കെട്ടിടം ഒഴിഞ്ഞു നൽകണമെന്നായിരുന്നു ആവശ്യം ഫോൺ കോൾ വഴി MLA അറിയിച്ചത് ഇന്നലെ. തുടർന്ന് ഇന്ന് രാവിലെ കാലാവധി കഴിയാതെ മാറാൻ കഴിയില്ലെന്ന് പരസ്യമായി വ്യക്തമാക്കി MLA. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. തമ്മിലുള്ള സൗഹൃദം കണക്കിലെടുത്താണ് മറ്റാരെയും അറിയിക്കാതെ നേരിട്ട് ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞതെന്ന് ആർ ശ്രീലേഖ. ഒരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ. അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയുമെന്ന് ചോദിച്ചു. വിവാദ ഓഫീസ് കെട്ടിടത്തിൽ വെച്ചുള്ള സൗഹൃദ സംഭാഷണത്തിലും പരസ്പരം വിട്ടുകൊടുക്കാതെ MLAയും കൗൺസിലറും. എൻ്റെ ആളുകളും ഞാനും പക്ഷേ ഇവിടെ ആ ഓഫീസിൽ ഇരിക്കും, അല്ലാതെ എനിക്ക് നിവൃത്തിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് പ്രശാന്ത് സഹിക്കണം. 7 വർഷം ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ട് മേഡം ഇരിക്കുന്നുണ്ടോ എനിക്ക് പറയാനില്ല. അത്രയും മാത്രം മതി. സംഭവത്തിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു മേയറുടെ പ്രതികരണം. ഇത്തരത്തിലൊരു പരാതി ഉയർന്ന സ്ഥിതിക്ക് കോർപ്പറേഷൻ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കുന്നതിലെ രേഖകൾ മുഴുവൻ പരിശോധിക്കുമെന്നും അറിയിച്ചു. അതേസമയം ശ്രീലേഖയുടെ ആവശ്യത്തിനു പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ടെന്നായിരുന്നു CPIMന്റെ വിമർശനം. CPIMൽ നിന്ന് BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന് ശേഷം നടക്കുന്ന ആദ്യ രാഷ്ട്രീയ തർക്ക ഇടമായിരിക്കുകയാണ് വി കെ പ്രശാന്ത് MLAയുടെ ഓഫീസ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. ഇടവേള. Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസന്റ്സ് കർഷകരുടെ പങ്കാളിത്തത്തോടെ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്ട്സ്. സ്ത്രീകളുടെ ആരോഗ്യത്തിനായി ഹെർബൽ സാനിറ്ററി നാപ്കിൻ, ഗ്രീൻ പാഡ്, പൂർണ്ണമായും സസ്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഹോം കെയർ പ്രൊഡക്ട്സ്, എക്കോ ഹാർവെസ്റ്റ്, നാളികേര ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രകൃതിദത്തമായ ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി കേരാടെക്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. It's okay. അത് ശരി,
കാറ്ററാക്ട് ഓപ്പറേഷന് ശേഷം നിങ്ങളുടെ വികൃതി കുറച്ച് കൂടിയിട്ടുണ്ട്. മാക്സി വിഷൻ അഡ്വാൻസ്ഡ് കാറ്ററാക്ട് കെയർ. കണ്ണുകൾക്ക് യൗവനം, മനസ്സിനും യൗവനം. ഞങ്ങൾ നോക്കിക്കൊള്ളാം. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ദ വെർസറ്റൈൽ ജ്വല്ലറി. KSF-യുടെ പുതിയ ഹാർമണി ചുറ്റിയുണ്ട്. ഉടനെ നീ അതിൽ ചേരണം. KSF, ഈ നാടിന്റെ ധൈര്യം. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. Curix Google TV by CJ Smart. സതേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ധനലക്ഷ്മി ഗ്രൂപ്പിന്റെ ഫാമിലി ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റി. കോൾ 9188606060. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. സെൽസർ സെപ്റ്റിക് ടാങ്ക്, ഒരിക്കലും പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്. സ്വർണ്ണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. Aquila Finance, the legacy of trusted service since 1995. Nisra Golden Diamonds, Kalpaga Building, Bypass Road, Kondoti. Make this a solar-powered Christmas with a light pudding cakes. VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ R ശ്രീലേഖ ആവശ്യപ്പെട്ടത് ജനാധിപത്യ മര്യാദകളുടെ പരസ്യമായ ലംഘനമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. BJP കൗൺസിലറുടെ നടപടി ജനാധിപത്യ സംവിധാനത്തോടുള്ള വെല്ലുവിളിയാണ്. 7 വർഷമായി വട്ടിയൂർക്കാവിലെ ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്രയമായ ഒരു ഓഫീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലല്ലാതെ മറ്റൊന്നുമല്ലെന്നും V ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടത് R ശ്രീലേഖ സർവീസിലിരുന്ന കാലത്ത് നടത്തിയിരുന്ന മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA. ശാസ്തമംഗലത്തുകാർക്ക് തെറ്റുപറ്റിയെന്ന് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. വൈകാതെ തന്നെ അവർ തെറ്റ് തിരുത്തും. ശ്രീലേഖ BJP നേതൃത്വത്തിന് മുകളിലാണെന്നും തിരുവനന്തപുരം മേയറും BJP സംസ്ഥാന അധ്യക്ഷനും ഇതിന് മറുപടി പറയണമെന്നും കടകംപള്ളി സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കർണാടകയിൽ 300ഓളം വീടുകൾ ഇടിച്ചു നിരത്തിയ സംസ്ഥാന സർക്കാർ നടപടിയെ ന്യായീകരിച്ച മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. കർണാടകയിലേത് UP മാതൃകയിലുള്ള ബുൾഡോസർ രാജ് അല്ല. മുസ്ലിങ്ങൾ മാത്രമല്ല കുടിയൊഴിപ്പിക്കപ്പെട്ടവർ. അവർക്ക് പുനരധിവാസം ഒരുക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഒട്ടനെ ഇറങ്ങിയിരിക്കുന്നൊരു കണ്ടോ അവിടെ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, UP പോലെയാണ്. അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് UP അവരെ ബുൾഡോസർ ഒന്ന് ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തണ്ടിക്കോളാൻ പറയാണ്. കർണാടകയിൽ അതല്ല. ഇവിടെ അക്വിസിഷൻ ഉണ്ടാകുമ്പോൾ ഒക്കെ ചെയ്യുന്നത് പോലെ
പാവപ്പെട്ട ആളുകൾക്കും അതിലുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും, അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു മൈനോറിറ്റി മാത്രമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതല്ല, ആരാണെങ്കിലും അവരൊക്കെ മനുഷ്യരാണ്. ആ മനുഷ്യത്വം പരിഗണിച്ചുകൊണ്ട് അവർ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കേരളം ചെയ്തതിനേക്കാൾ മെച്ചമായ രീതിയിൽ അവർക്ക് പുനരധിവാസം ഉറപ്പ് വരുത്താം എന്നുള്ളത് അവിടുത്തെ ഗവൺമെൻറ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കർണാടകയിൽ കുടിയിറക്കപ്പെട്ട ആരും വഴിയാധാരമാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല കർണാടകയിലെ കാര്യങ്ങൾ. ആരും വഴിയിൽ കിടക്കേണ്ടി വരില്ലെന്ന് കർണാടക മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. അല്ലല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയല്ല. എന്തായാലും അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും. ഒരു കാര്യം മുഖ്യമന്ത്രിയും അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും വ്യക്തമായിട്ടുണ്ട്, ഒരാൾ പോലും അവിടെ വഴിയാധാരമല്ലെന്ന്. അവരെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെന്താ പ്രശ്നം? കർണാടകയിലെ യലഹങ്കയിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇടക്കാല പുനരധിവാസം സജ്ജമാക്കാൻ സർക്കാർ നീക്കം. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ നാളെ യോഗം ചേരും. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും യോഗത്തിൽ പങ്കെടുക്കും. AICC നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രത്യേക അന്വേഷണ സംഘം സംശയിക്കുന്ന തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശി മണി ചോദ്യം ചെയ്യലിന് ഹാജരാകും. അഭിഭാഷകൻ മുഖേന ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് മണി പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിച്ചു. 30-ന് ഹാജരാകാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മണിക്ക് സിം കാർഡ് എടുത്തു നൽകിയ ബാലമുരുകൻ അടക്കം 3 പേർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇന്നലെ തനിക്ക് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധമില്ലെന്ന് മണി പറഞ്ഞിരുന്നു. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ മണിയുടെ നേതൃത്വത്തിൽ കടത്തി എന്ന വിദേശ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഡിണ്ടിഗലിലെ സുബ്രഹ്മണ്യം എന്ന മണിയിലേക്ക് SIT എത്തിയത്. അതേസമയം കേസിൽ റിമാൻഡിൽ കഴിയുന്ന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരിയെയും കർണാടക ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിനായി നാളെ കൊല്ലം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. പാലക്കാട് ചിറ്റൂർ എരുമങ്കോട് നിന്ന് കാണാതായ 6 വയസ്സുകാരൻ സുഹാന്റെ മൃതദേഹം കണ്ടെത്തി. വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സുഹാന്റേത് മുങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വിവരങ്ങൾ ആന്റണി ജോർജ് നൽകും. ഇന്നലെ രാവിലെ 12 മണിയോടുകൂടിയാണ് ചിറ്റൂർ എരുമങ്കോട് നിന്ന് സുഹാൻ എന്ന 6 വയസ്സുകാരനെ കാണാതാകുന്നത്. വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് കുട്ടിയെ കാണാതാകുന്നത്. പിന്നീട് കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു നാട്ടുകാരും വീട്ടുകാരും അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും എല്ലാം വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന നടത്തി. അതിൽ ഡോഗ് സ്ക്വാഡ് ആദ്യം പരിശോധനയ്ക്ക് പോയത് വീടിനടുത്ത് ഡോഗ് സ്ക്വാഡിനെ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ നായ മണം പിടിച്ച് എത്തിയത് വീടിന് സമീപത്തുള്ള കുളത്തിലേക്കായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആ കുളത്തിൽ വ്യാപകമായ പരിശോധന നടത്തി. കൂടാതെ ഈ കുട്ടി ഇടയ്ക്കൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ പോകാറുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രദേശത്ത് വീടിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് 5 കുളങ്ങളുണ്ട്. ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തി. അങ്ങനെ ആ പരിശോധന ഇന്നിപ്പോൾ രാവിലെ CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തുന്നതിനിടെയാണ് വീട്ടിൽ നിന്നും ഏതാണ്ട് 700 മീറ്റർ അകലെ ഉള്ള കുളത്തിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ 9 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ആ ഭാഗത്ത് ആദ്യം അങ്ങനെ ഒരു സാധ്യത ആരും തന്നെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ വൈകുന്നേരമൊക്കെ അവിടെ ആളുകൾ കുളിക്കുകയും അലക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവരെ സ്ഥിരമായി ആളുകൾ എത്തുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ആ കുളത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് റോഡ്, അത് കഴിഞ്ഞാൽ ഒരു ചെറിയ കനാൽ, അതിനുശേഷമാണ് ഈ കുളം ഉള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് അങ്ങോട്ടേക്ക് കടന്നു പോകാനുള്ളത് ഒരു പോസ്റ്റ് ഇട്ട ഒരു ചെറിയ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഒരു ചെറിയ പാലം മാത്രമാണ്. ആ വഴിക്ക് കുട്ടി അവിടേക്ക് പോയതാണോ എന്നുള്ളതാണ് സംശയം. ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് 9:30 മണിയോടുകൂടിയാണ് കുട്ടിയുടെ മൃതദേഹം ഈ കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. പിന്നീട്
പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമാണ് സുഹാന്റേത് എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. കുട്ടിയുടെ ശരീരത്തിൽ വെച്ച വലിയ മുറിവുകളോ അങ്ങനെയൊന്നുമില്ല. കുട്ടി ഈ കുളത്തിനടുത്തേക്ക് പോകുമ്പോൾ അപകടത്തിൽ അല്ലെങ്കിൽ അബദ്ധത്തിൽ ഈ കുളത്തിലേക്ക് വീണു എന്നുള്ളതാണ് നിലവിൽ ഒരു നിഗമനമായുള്ളത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കുട്ടി എങ്ങനെ, കാരണം 700 മീറ്ററോളം അകലെയാണ് ഈ കുളം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന്. അപ്പോൾ കുട്ടി എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന വേണം. അത് നാട്ടുകാരടക്കം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വിശദമായ അന്വേഷണം വേണം എന്നുള്ള കാര്യം. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിശോധന നടത്തും. ഏതായാലും നാടിനെ സംബന്ധിച്ച് ഇന്നലെ വിശദമായി തന്നെ എല്ലാവരും തെരച്ചിൽ നടത്തിയതാണ്. പക്ഷേ അതെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് സുഹാൻ മരണത്തിലേക്ക് പോയത്. സുഹാന്റെ മൃതദേഹം ഇന്ന് വീടിന് സമീപത്തുള്ള കുളത്തിൽ നിന്ന് കണ്ടെത്തിയത്. ഒരു പ്രധാനപ്പെട്ട വാർത്ത മലപ്പുറത്ത് നിന്ന് വരുന്നു. മലപ്പുറം നിലമ്പൂരിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്ന 7 പേരെ പിടികൂടിയിരിക്കുന്നു. ആമക്കയം ഭാഗത്ത് മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് മണലൂറ്റി സ്വർണം അരിച്ചെടുത്തിരുന്ന മമ്പാട് സ്വദേശികളെയാണ് വനം ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയതായത്. അതായത് മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്നു. എത്രത്തോളം ഏതൊരറ്റത്തേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കണം. മലപ്പുറം നിലമ്പൂരിലാണ് ഇത്തരത്തിൽ മണലൂറ്റി ഒരു സ്വർണ്ണ ഖനനമൊക്കെ നടത്തിയിരിക്കുന്നത്. 7 പേരെയാണ് ഈ ഇത്തരത്തിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്ന 7 പേരെ പിടികൂടിയിരിക്കുന്നത്. ആമക്കയം ഭാഗത്താണ് ഈ സംഭവം. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ഈ മണലൂറ്റിയിരുന്നത്. മണലൂറ്റി എന്നിട്ട് സ്വർണം അരിച്ചെടുക്കും. അങ്ങനെയാണ് മണലൂറ്റി സ്വർണം അടിച്ചെടുത്തിരുന്ന 7 പേർ. അതായത് ഈ 7 പേരും മമ്പാട് സ്വദേശികളാണ്. വനം ഇന്റലിജൻസ് വിഭാഗമാണ് പിടികൂടിയത്. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു. പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. അതായത് മണലൂറ്റി സ്വർണം ഖനിച്ചെടുക്കുക അല്ലെങ്കിൽ ആ സ്വർണ്ണ ഖനനം നടത്തുക എന്ന് പറയുമ്പോൾ അത് ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആ മണലിൽ സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. അപ്പോൾ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുകയാണ് ആ ഭാഗത്ത്. അപ്പോൾ പല ഭാഗത്ത് അല്ലെങ്കിൽ അത്രയും പോകുന്ന ആമക്കയം ഭാഗത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. അപ്പോൾ അതിന് തൊട്ട് ചേർന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിൽ മണലുകളിലൊക്കെ സ്വർണം കാണണം. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം ഒന്നും നടത്തില്ല. നമ്മൾ ആഫ്രിക്കയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആഫ്രിക്കയിലൊക്കെയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ കണ്ടത്. നമ്മൾ നിരവധി ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതായിരിക്കും. ഇത്തരത്തിൽ നദികളിൽ നിന്ന് ഈ മണലെടുത്ത് അല്ലെങ്കിൽ നദിയിലെ അടിയിലെ മണ്ണൊക്കെ എടുത്ത് അതിൽ നിന്ന് സ്വർണം അരിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ മലപ്പുറത്താണ്, നിലമ്പൂരിലാണ് മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മണലൂറ്റി സ്വർണ്ണ ഖനനം നടത്തുന്ന 7 പേരെയാണ് പിടികൂടിയത്. ഈ 7 പേരും മമ്പാട് സ്വദേശികളാണ്. മണലൂറ്റി സ്വർണം അരിച്ചെടുത്തിരുന്നതാണ്. അവർ ഏറെ നാളായി ഇത്തരത്തിൽ മണലൂറ്റി സ്വർണം അടിച്ചെടുത്തിരുന്നു. മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ചാണ് ഈ മണലൂറ്റി സ്വർണം അരിച്ചെടുത്തിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വനം ഇന്റലിജൻസ് വിഭാഗത്തിന് നേരത്തെ രഹസ്യ വിവരമൊക്കെ ലഭിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അവർ കാത്തിരിക്കുകയായിരുന്നു. ഒരു നേരെ അങ്ങോട്ട് പിടിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. അതായത് തെളിവോടെ പിടിക്കാനായി കാത്തിരിക്കുകയായിരുന്നു. മമ്പാട് സ്വദേശികളെയാണ്, 7 മമ്പാടി സ്വദേശികളെയാണ് ഇത്തരത്തിൽ മണലൂറ്റി സ്വർണം അരിച്ചെടുത്തതിലൂടെ അല്ലെങ്കിൽ മണലെടുത്ത് സ്വർണം അരിച്ചെടുത്തിരുന്ന 7 മമ്പാട് സ്വദേശികളെയാണ് വനം ഇന്റലിജൻസ് വിഭാഗം പിടികൂടിയത്. ഇവിടെ വലിയ തോതിൽ സ്വർണ്ണഖനനം നടക്കുന്നു എന്ന രഹസ്യ വിവരം അവർക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ വലിയ തോതിൽ സ്വർണ്ണഖനനമൊക്കെ നടക്കുമ്പോൾ ആ പ്രദേശത്ത് ഇത്രയും പോകുന്ന ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആമക്കയം ഭാഗത്ത് മാത്രം ഒതുങ്ങില്ല, അപ്പുറത്തെ ഭാഗങ്ങളിലേക്കൊക്കെ ഇത്തരത്തിൽ പല രീതിയിലൊക്കെ സ്വർണ്ണഖനനം ഇവർ നടത്തി കാണണം. എന്തായാലും ഇവർ പിടികൂടി, ഇവർ അകത്തായിരിക്കുന്നു. 7 പേരാണ് ഇവരെ 7 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. വലിയ തോതിൽ സ്വർണ്ണഖനനം നടക്കുന്നുവെന്ന രഹസ്യവിവരം വനം ഇന്റലിജൻസ് വിഭാഗത്തിന് നേരത്തെ ലഭിച്ചിരുന്നു. ആ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ 7 പേർ പിടിയിലായിരിക്കുന്നത്. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ബംഗാൾ സ്വദേശിയുടെ മകൻ ഗിൽദറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4 വയസ്സാണ് കേട്ടോ. വൈകിട്ടോടെ കുട്ടിയുമായി അമ്മ കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ഉണർന്നില്ലെന്നാണ് അമ്മ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ കുട്ടിയുടെ കഴുത്തിൽ പാട് കണ്ടെത്തിയതോടെ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ കുട്ടിയുടെ അമ്മയും സുഹൃത്തും കസ്റ്റഡിയിലായിട്ടുണ്ട്. 4 വയസ്സുകാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ വെച്ചാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് വൈകിട്ടോടെ ഈ കുട്ടിയുടെ അമ്മ, അതായത് അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്, ബംഗാൾ സ്വദേശിയാണ്, ബംഗാൾ സ്വദേശിയുടെ മകനാണ്
ഈ 4 വയസ്സുകാരൻ ഗിൽദർ എന്നാണ് പേര്. മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ആശുപത്രിയിൽ വെച്ചാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഇത്തരത്തിൽ ബംഗാൾ സ്വദേശിയുടെ മകൻ ഗിൽദറിനെ 4 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതിൻ്റെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കുട്ടിയുമായി ഈ 4 വയസ്സുകാരനുമായി അമ്മ കഴക്കൂട്ടത്തെ ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്ന കുഞ്ഞ് ഉണർന്നില്ലെന്നാണ് അമ്മ ആശുപത്രി അധികൃതരോട് പറഞ്ഞത്. എന്നാൽ പിന്നീട് നോക്കുമ്പോൾ ആ കുട്ടിയുടെ കഴുത്തിൽ പാട് കണ്ടെത്തി. അത്തരത്തിലൊരു പാട് കണ്ടെത്തി ആശുപത്രി അധികൃതർ. ഈ പാട് കണ്ടെത്തിയതോടെയാണ് ആശുപത്രി അധികൃതർക്ക് ചിലപ്പോൾ സംശയം തോന്നി പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി അവിടെ കാര്യമായി ഒന്ന് പരിശോധിച്ചു. ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തി. ആ പ്രാഥമിക നിഗമനമെന്നുള്ളത് കുട്ടിയെ ഈ 4 വയസ്സുകാരനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസുകാരുടെ പ്രാഥമിക നിഗമനം. എന്തായാലും സംഭവത്തിൽ കുട്ടിയുടെ ഈ അമ്മയും സുഹൃത്തും കസ്റ്റഡിയിലായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരം വക്കത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 യുവാക്കൾ മരിച്ചു. വക്കം സ്വദേശിയും 21-കാരനുമായ അബി, ശ്രീനാഥ് റപ്പായി എന്നിവരാണ് മരിച്ചത്. സരമായി പരിക്കേറ്റിരുന്നു. ഈ സരമായി പരിക്കേറ്റ ഈ 2 പേരെ, അഭിയെയും ശ്രീനാഥിനെയും, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വലിയൊരു അപകടമാണെന്ന് മനസ്സിലാക്കുന്നു. ഗുരുതര പരിക്കുകളോടെയാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ 2 പേരെയും സാരമായി പരിക്കേറ്റ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇരു ദിശയിൽ നിന്നെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ്, അതായത് 2 ബൈക്കുകൾ കൂട്ടിയിടിച്ചുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 2 യുവാക്കളും മരിച്ചു കേട്ടോ. 2 യുവാക്കളും മരിച്ചു. കാരണം സാരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇരു ദിശയിൽ നിന്നെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായിരിക്കുന്നത്. സാരമായി പരിക്കേറ്റ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമാണ്. അതായത് 2 പേർ മരിച്ചു. ഈ 2 ബൈക്കുകളാണല്ലോ. അപ്പോൾ ഈ 2 പേർ മരിച്ചു, 2 പേർക്ക് സാരമായി പരിക്കേറ്റു. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നുള്ളതും മനസ്സിലാക്കുന്നു. മറ്റേയാളുടെ നില വലിയ കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഇരു ദിശയിൽ നിന്നെത്തിയ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ 2 ബൈക്കുകളിലും ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇതിൽ മരിച്ച 2 പേരും അതോടൊപ്പം സാരമായി പരിക്കേറ്റ ആശുപത്രിയിലായ 2 പേരുമെന്നുള്ളത്. അതിൽ ഈ ആശുപത്രിയിലായ ഒരാളുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നുള്ളതും മനസ്സിലാക്കുന്നു. മൃതദേഹങ്ങൾ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇടവേള. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. സമ്മർ ഇൻ ബെത്ലഹേം തിരുമുല്ലവാരം ഫെസ്റ്റ്. കൗതുകം, സന്തോഷം, അത്ഭുതം. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. എല്ലാം ഒരുമിക്കുന്ന ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9495329847. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. സാമ്പാറിന് രുചി ഉണ്ടാവണമെങ്കിലേ VB കായം തന്നെ വേണം. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. നിരവധി അനവധി സമ്മാനങ്ങളുമായി കേരളം കാത്തിരിക്കുന്ന ബമ്പറിത എത്തിക്കഴിഞ്ഞു. മൈജി ക്രിസ്മസ് ബമ്പർ സമ്മാനം 10 ലക്ഷം രൂപ. ഒരു ഭാഗ്യശാലിക്ക് ഏറ്റവും കുറഞ്ഞ ക്രിസ്മസ് വിലയിൽ ഷോപ്പ് ചെയ്യാനും ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ. മൈജി ക്രിസ്മസ് ബമ്പർ ഡിസംബർ 1 മുതൽ ജനുവരി 5 വരെ. ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ?
അയ്യോ വേണ്ടായിരുന്നു. എന്റെ വക ഒരു ഉഗ്രൻ ഹ്യൂറിക്സ് ഗൂഗിൾ ടി.വി. 4 വർഷം വാറണ്ടി അതിന്. വേണ്ടായിരുന്നു. രവി ചേച്ചി ഹായ്. ചേച്ചിയെ പോലെ തന്നെ അൾട്രാ സ്മാർട്ടാ ഹ്യൂറിക്സ് ഗൂഗിൾ ടി.വി. ഫ്രീ ആയിട്ട് സ്പീക്കറും ഉണ്ട്. വേണ്ടായിരുന്നു. ഇത്രമാത്രം ഫീച്ചേഴ്സ് ഉള്ള ടി.വി ആയിരുന്നു ഹ്യൂറിക്സ്. എന്നാ എനിക്കും വേണം ഒരെണ്ണം. സിമ്പിൾ അല്ലേ? cjsmart.tv വഴി വാങ്ങാം, അല്ലെങ്കിൽ CJ സ്മാർട്ട് ഷോപ്പിൽ നിന്നും വാങ്ങാം. ഹ്യൂറിക്സ് ഗൂഗിൾ ടി.വി. by CJ Smart. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ. പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തിരുവനന്തപുരം കോട്ടൂരിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ 3 പേർക്ക് പരിക്ക്. അമരവിള സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. അമരവിള സ്വദേശികളായ സുജിൻ, ബിജീഷ്മ എന്നിവരടങ്ങിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. കോട്ടൂരിലേക്ക് കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകവെയായിരുന്നു അപകടം. വാഴപ്പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി പന്നി ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് മറിയുകയും യാത്രക്കാർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏറെ കുറച്ച് സുപ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വാർത്ത കൂടിയാണ്. കാട്ടുപന്നിയാണ് ബൈക്കിന് കുറുകെ ചാടിയത്. അത്തരത്തിൽ കുറുകെ ചാടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിൽ പരിക്കേറ്റത് 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ്. 3 പേർക്കാണ് പരിക്ക്. അതായത് അമരവിള സ്വദേശികളായ സുജിൻ, ബിജീഷ്മ എന്നിവരടങ്ങിയ കുടുംബമാണ്. കുടുംബത്തിൻ്റെ, അതായത് ഈ സുജിൻ ബിജീഷ്മയുടെ കുഞ്ഞായിരിക്കണം 1.5 വയസ്സുള്ള കുഞ്ഞ്. ആ 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് 3 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. അവരാണ് അപകടത്തിൽപ്പെട്ടത്. അതായത് കോട്ടൂരിലേക്ക് കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു. അതിനിടയിൽ വാഴപ്പള്ളിക്ക് സമീപം എത്തിയപ്പോൾ അപ്രതീക്ഷിതമായി ഒരു കാട്ടുപന്നി കുറുകെ ചാടുകയായിരുന്നു. ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു. അവർ ബൈക്കിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു. പെട്ടെന്ന് ഇത്തരത്തിൽ കുറുകെ ചാടിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുന്നു. എന്നിട്ട് ബൈക്ക് മറിയുന്നു. അങ്ങനെ യാത്രക്കാർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു. പരിക്കേറ്റവരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില വലിയ രീതിയിലുള്ള ഗുരുതരമായ ഒരു നിലയിലേക്ക് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുന്നു. അത് കണ്ടു നിന്ന ദൃക്സാക്ഷിയുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കാം. അതൊന്ന് കേൾക്കാം. പന്നിയെടുത്ത് കുറുകെ ചാടിയതാണ്. രൂക്ഷമായ പന്നിശല്യമാണ്. പരാതിപ്പെട്ടിരുന്ന ഒരു നിവൃത്തിയില്ല. രാത്രിയല്ല പകലും വാഹനങ്ങൾക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. ഒരു കുട്ടിയും ഒരു അച്ഛനും അമ്മയും കൂടെ വന്നതാണ്. പന്നിയെടുത്ത് ചാടി. ആ സ്ത്രീക്ക് നല്ല ഗുരുതരമായ പരിക്കുണ്ട്. ഒരു കണ്ടുനിന്ന ദൃക്സാക്ഷിയുടെ പ്രതികരണമാണെന്ന് മനസ്സിലാക്കാം. ആ ഭാഗത്ത് കാട്ടുപന്നി ശല്യം വലിയ രീതിയിൽ ഉണ്ടെന്നുള്ളതാണ്. അതായത് വാഴപ്പള്ളിക്ക് സമീപമാണ്. ആ വാഴപ്പള്ളിക്ക് സമീപം കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്നുള്ളതാണ് ഈ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ചെറിയ ദൃശ്യങ്ങളൊക്കെ കാണാം. അത് പ്രേക്ഷകർക്കായി അതൊന്ന് മറച്ചിട്ടുണ്ട്. കുറച്ച് രക്തമൊക്കെ കാണാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്, രക്തം കണ്ടേക്കുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും ആ ഭാഗത്ത് വാഴപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അപ്രതീക്ഷിതമായ ഒരു കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടുകയായിരുന്നു. അപ്പോൾ വാഴപ്പള്ളിക്ക് സമീപത്ത് കാട്ടുപന്നി ശല്യം വലിയ രൂക്ഷമാണെന്നുള്ളത് മനസ്സിലാക്കുന്നു. പ്രദേശവാസിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നേരത്തെ തന്നെ അധികൃതരോടൊക്കെ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിനൊരു നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസിയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. രൂക്ഷമായ, അല്ലെങ്കിൽ അതിന് കൃത്യമായി ഗൗരവമായി കാണേണ്ട ഒരു അപകടം കൂടിയാണ്. കാട്ടുപന്നി കുറുകെ ചാടിയാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. കാട്ടുപന്നി ശല്യം അവിടെ ആ ഒരു മേഖലയിൽ ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു. അതിലൊരു നടപടിയൊന്നും കണ്ടിട്ടില്ല. നേരത്തെ അത്തരത്തിലൊരു നടപടി കണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അപകടം ഒഴിവായേനെ. പക്ഷേ എന്ത് ചെയ്യാൻ, ഈ ഒരു അപകടം ഉണ്ടായി. വാഴപ്പള്ളിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. കാട്ടുപന്നി കുറുകെ ചാടി നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് മറിയുകയായിരുന്നു. അങ്ങനെ യാത്രക്കാർ റോഡിലേക്ക് വീഴുകയുമായിരുന്നു. 1.5 വയസ്സുള്ള കുഞ്ഞുൾപ്പെടെയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ രാത്രി യാത്രക്കിടെ KSRTC ബസ്സിൽ നിന്ന് യുവതിയെ ഇറക്കിവിട്ടതായി പരാതി. വെള്ളറട സ്വദേശിയും കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയുമായ ദിവ്യയ്ക്കാണ് ദുരനുഭവം ഉണ്ടായത്. 26-ാം തീയതിയാണ് സംഭവം ഉണ്ടായത്. കാരക്കോണത്ത് നിന്ന് 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സെർവർ തകരാറ് മൂലം ഇടപാട് നടത്താൻ കഴിഞ്ഞില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ഇറക്കി വിടുകയായിരുന്നു. തുടർന്ന് 2.5 കിലോമീറ്റർ നടന്നാണ് യുവതി വീട്ടിലെത്തിയത്. സംഭവത്തിൽ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും ദിവ്യ പരാതി നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര സ്വദേശി അനിൽകുമാറാണ് ദിവ്യയോട് ഇത്തരത്തിൽ പെരുമാറിയതെന്നും വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും ഡിപ്പോ അധികൃതർ വ്യക്തമാക്കി. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പനിയും ശരീരവേദന. അപ്പോൾ ഇവിടുത്തെ
ജീവനക്കാരിയാണ് KSRTCയിൽ. അപ്പോൾ അന്ന് ഞാൻ സാധാരണ 9 മണിക്കാണ് പോകാറുള്ളത്. 9:30 ബസ്സാണ് കിട്ടുക. ഇന്ന് അന്ന് ഓണറിൻ്റെ പെർമിഷനത്തോടെ ഞാൻ 8:30 ഇറങ്ങിയുണ്ടായി. അപ്പോൾ 8:45 ഞാൻ മൂനമ്പന വഴി ബസ് കയറി ഉണ്ടായി. അപ്പോഴത്തേക്ക് കാരക്കോൺ തോന്നപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് ചോദിച്ചു. ഞാൻ അന്ന് എനിക്ക് ഇപ്പം ഗൂഗിൾ പേ ബസ്സിലും അനുമതിയാണ്. അങ്ങനെ ഞാൻ ഗൂഗിൾ പേ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് പേഴ്സ് അങ്ങനെ ജസ്റ്റ് മറന്നു പോയതാണ്. ഗൂഗിൾ സർവർ ഞാൻ GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ GPay തയ്യാറായി ഞാൻ അങ്ങനെ ബസ് കയറിപ്പോൾ GPay സർവർ ബിസിയായി കാണിച്ചു. നെറ്റിൻ്റെ പ്രോബ്ലത്താണ്. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് സെൻഡ് ആവുമായിരുന്നു. ആ ഒരു സാവകാശം കാണിക്കാതെ കാരക്കോണത്ത് ടിക്കറ്റ് ഉണ്ടായ അപ്പോൾ ക്യാഷ് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലില്ല, എനിക്ക് ഇറങ്ങടി എന്ന് പറഞ്ഞ് എനിക്ക് ക്ഷീണമായതുകൊണ്ട് ബുദ്ധിമുട്ട് ചുമയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് ധരിച്ചിരുന്നു. അപ്പോൾ അയാൾ കള്ള ലക്ഷണം കാണിക്കുന്നു. ഇതേപോലെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഇറങ്ങടി എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൂടെ ഇറങ്ങാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെ അങ്ങ് ഇറക്കി വിട്ടു. കോഴിക്കോട് അതിരൂപതയുടെ മഹാക്രിസ്തുമസ് ഘോഷയാത്ര ഫെലിക്സ് നതാലിസ് എന്ന പേരിൽ നഗരത്തിൽ നടന്നു. ക്രിസ്മസ് പാപ്പാമാരുടെ അകമ്പടിയോടെ ചുവന്ന വസ്ത്രം ധരിച്ചാണ് 1000-ലേറെ വിശ്വാസികൾ ഫെലിക്സ് നതാലിസിന്റെ ഭാഗമായത്. ക്രിസ്മസിന്റെ സംസ്കാരം നാനാജാതി മതസ്ഥർക്കും പങ്കുവെക്കുന്നതിനായാണ് ഫെലിക്സ് നതാലിസ് സംഘടിപ്പിച്ചതെന്ന് ഫ്ലാഗ് ഓഫ് നിർവഹിച്ച കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. സംസ്കാരത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. ക്രിസ്മസ് സംസ്കാരം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെതാണ്, സന്തോഷത്തിൻ്റെതാണ്, പങ്കുവയ്ക്കലിൻ്റെതാണ്, ആനന്ദത്തിൻ്റെതാണ്. അങ്ങനെയെല്ലാം ആ അരൂപി മറ്റുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുന്നത്. കോഴിക്കോട് അതിരൂപതയുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ഫെലിക്സ് നതാലിസ് മെഗാ ക്രിസ്തുമസ് ഘോഷയാത്രയാണ് നടന്നത്. സെന്റ് ജോസഫ് സിറ്റി ദേവാലയത്തിൽ നിന്നും കോഴിക്കോട് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലാണ് ഈ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. അതിനുശേഷം വിശ്വാസികൾ ഓരോരുത്തരായി ഇതിൽ അണിനിരുന്നു. ചുവന്ന തൊപ്പിയും ചുവന്ന വസ്ത്രങ്ങളും ധരിച്ച് ക്രിസ്തുമസിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിക്കൊണ്ടാണ് ഈ ഒരു യാത്ര നടത്തിയത്. ഇതിൽ ജാതിമത വിശ്വാസ ഭേദമന്യേ എല്ലാ ആളുകൾക്കും ഇതിൽ അണിനിരക്കാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഒരു സമാധാനത്തിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ സന്ദേശം നൽകിക്കൊണ്ടുള്ള ഒരു മെഗാ ക്രിസ്തുമസ് ഘോഷയാത്രയാണ് പിന്നീട് വയനാട് റോഡിലേക്ക് കടന്ന് അതിനുശേഷം CH ഓവർ ബ്രിഡ്ജ് വഴി കോഴിക്കോട് ബീച്ചിൽ സമാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇതിലൂടെ പരസ്പരമുള്ള ഒരു ഐക്യം അത് ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നതെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ ഇതിന്റെ ലക്ഷ്യം ക്രിസ്മസിന്റെ ആനന്ദം, സന്തോഷം, ആഹ്ലാദം എല്ലാവരും വേണ്ടി പങ്കുവയ്ക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇത് മറ്റുള്ളവർ കാണും. അങ്ങനെ അവർക്കെല്ലാവരും ഒരു വിസ്മയഭരിതരാകും. അങ്ങനെ എന്താണ് ക്രിസ്മസ് എന്ന്, എന്താണ് ക്രിസ്മസിന്റെ അരൂപി എന്ന്, എന്താണ് ക്രിസ്മസിന്റെ ചൈതന്യം എന്നൊക്കെ ആളുകൾ ചോദിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ലക്ഷ്യം ഇതാണ്, ഒരു ക്രിസ്മസിനെ കുറിച്ച് എല്ലാവർക്കും ഒരു അറിവ് നൽകുക. വാദ്യമേളങ്ങളുടെയും ഒപ്പം തന്നെ വിവിധ കലാരൂപങ്ങളുടെയും ഒക്കെ അകമ്പടി ഇതിനുണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പാമാരുടെയും ഉണ്ണിയേശുവിൻ്റെയും രൂപങ്ങളെല്ലാം തന്നെ ഇതിന് അകമ്പടിയായി ഒരുക്കിയിരുന്നു. അങ്ങനെ ആവേശപൂർവ്വം വാഴ്ത്തുപാട്ടുകളും മറ്റുമൊക്കെ പാടിക്കൊണ്ടാണ് ഇതിൽ വിശ്വാസികൾ അണിനിരന്നത്. അങ്ങനെ ഒരു വർണ്ണാഭമായിട്ടുള്ള ഒരു മെഗാ ക്രിസ്തുമസ് ഘോഷയാത്രയാണ് ഫെലിക്സ് നതാലിസ് എന്ന് പറയുന്ന ഇറ്റാലിയൻ പദത്തിൽ ഹാപ്പി ക്രിസ്തുമസ് എന്ന് അർത്ഥം വരുന്ന ഫെലിക്സ് നതാലിസ് ഘോഷയാത്രയിൽ അരങ്ങേറിയത്. ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റി. ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി S ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറൻസ് ഹാളിലെ VS അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റിയത്. ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ VS അച്യുതാനന്ദൻ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തത്.
വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം. RJD അംഗമായ രജനി തെക്കേ തയ്യലിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രജനി വോട്ട് മാറി കുത്തിയതിനെ തുടർന്ന് വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ LDFന് ഭരണം നഷ്ടമായിരുന്നു. തുടർന്ന് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. PV അൻവറിനെതിരെ ബേപ്പൂരിൽ ഫ്ലക്സ്. ബേപ്പൂരിന്റെ മണ്ണിൽ അൻവർ വേണ്ടേ വേണ്ട എന്ന് രേഖപ്പെടുത്തിയ ഫ്ലക്സുകളാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇതിൽ സ്ഥാപിച്ച കൂട്ടായ്മ ഏതാണ് എന്ന് രേഖപ്പെടുത്താത്ത ഫ്ലക്സാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നടുവട്ടത്തും മരക്കിണറിലുമാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. UDFന്റെ അസോസിയേറ്റ് അംഗമായി മാറിയ PV അൻവർ ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന സൂചനയുണ്ട്. അത്തരം വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടത്. ട്രെയിനിൽ ചാടിക്കയറുന്നതിനിടെ വീണ യാത്രക്കാരന്റെ ജീവൻ രക്ഷപ്പെടുത്തി RPF വനിതാ കോൺസ്റ്റബിൾ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. എറണാകുളം കൊല്ലം മെമു ട്രെയിനിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് യാത്രക്കാരൻ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനും ഇടയിലേക്ക് വീണത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട RPF വനിതാ കോൺസ്റ്റബിൾ ലിജിഷ ഇയാളെ ഉടൻ തന്നെ വലിച്ചു നീക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന മറ്റൊരാളും സഹായത്തിനെത്തിയതിനാൽ യാത്രക്കാരനെ റെയിൽവേ ട്രാക്കിൽ വീഴുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ലാസർ ചേട്ടൻ നമ്മുടെ ബ്രോക്കർ ചേട്ടൻ, ബസ്സിന് പിറകെ പാഞ്ഞുമടുത്തൊരു ശോകം ചേട്ടൻ. വേണം ചേട്ടന് ബൈക്ക്, നല്ലൊരു സൂപ്പർ ബൈക്ക്. ഹൈ വന്നു ധനലക്ഷ്മി, വന്നു സൂപ്പർ ബൈക്ക്. വായോ വായോ ധനലക്ഷ്മിക്ക് വായോ. വണ്ടി വാങ്ങാം, വീട് വെക്കാം, ബിസിനസ് ഡ്രീം കളർഫുൾ ആക്കാം. ധനലക്ഷ്മി ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. ഹെയർ കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എഫിഷ്യൻസി, പ്രൊഫഷണലിസം മറ്റേ ഒരാൾക്കും നൽകാനാവില്ല. 19 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹെയറോക്രാഫ്റ്റ് ഇന്ന് 23 ബ്രാഞ്ചസ് ആയിട്ട് ഓൾ ഓവർ ഇന്ത്യ പ്രവർത്തിക്കുകയാണ്. മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് ഹെയറോക്രാഫ്റ്റ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. ഈ നാടിന്റെ ധൈര്യം. പ്രകൃതി നമുക്കായി കരുതി വച്ചിരിക്കുന്നു അത്യപൂർവ ഔഷധങ്ങൾ. അവ ശ്രദ്ധാപൂർവം ശേഖരിച്ച് 450-ലേറെ ആധികാരിക ആയുർവേദ ഔഷധങ്ങളാക്കി മാറ്റുന്നു ഔഷധി. രാജ്യമൊട്ടാകെ സാന്നിധ്യം. ഔഷധി ഔഷധമാണ്, അത്ഭുതമല്ല. ഒരു കേരള സർക്കാർ സ്ഥാപനം. Golden Diamonds, Kalpaka Building, Bypass Road, Kondoti. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ ജയിക്കുകയാണെങ്കിൽ എല്ലാ അമ്മപെങ്ങന്മാർക്കും 100 പവൻ സ്വർണം സൗജന്യമായി നൽകുന്നതായി ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കൂടാതെ യുവാക്കൾക്ക് സൗജന്യ പട്ടായിട്ട്. ഏത് തള്ളും താങ്ങും സെൽസർ സെപ്റ്റിക് ടാങ്ക്. പൊട്ടാത്ത, നിറയാത്ത, ചോരാത്ത സെപ്റ്റിക് ടാങ്ക്.
ready to have your mind tied up. Mr. Made Skazoo from Skazan India. Aquila Finance, the legacy of trusted service since 1995. കഴിഞ്ഞ 30 വർഷങ്ങളായി അക്വില ഫിനാൻസ് ഇവിടെ തന്നെയാണ് നമ്മളോടൊപ്പം കേരളത്തിൽ. പാർട്ടി സ്ഥാപക ദിനവും ജന്മദിനവും ഒന്നിച്ചു വന്നത് സുഹൃതമായി കാണുന്നുവെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി. ആഘോഷിക്കാനുള്ള സമയമല്ല, ഇത് പോരാട്ടത്തിനുള്ള സമയമാണ്. ഗാന്ധിജിക്ക് പകരം രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച സവർക്കറെ ഉയർത്തിക്കാണിക്കുന്നുവെന്നും AK ആന്റണി പറഞ്ഞു. ാം സ്ഥാപക ദിനം വിപുലമായി ആഘോഷിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് പതാക ഉയർത്തിക്കൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പതാക ഉയർത്തി. പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. പതാക ഉയർത്തിയ ശേഷം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത ഖാർഗെ കോൺഗ്രസ് അംഗങ്ങൾക്ക് സ്ഥാപക ദിന ആശംസകൾ നേർന്നു. സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനങ്ങളിലെ ആസ്ഥാനങ്ങളിലും പ്രാദേശിക കേന്ദ്രങ്ങളിലും ആഘോഷങ്ങൾ നടന്നു. കോൺഗ്രസ് ഒരു പ്രത്യയശാസ്ത്രമാണെന്നും പ്രത്യയശാസ്ത്രം ഒരിക്കലും മരിക്കുന്നില്ലെന്നും കോൺഗ്രസിന്റെ 140 വാർഷികാഘോഷ വേളയിൽ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ. അധികാരത്തിലില്ലെങ്കിലും കോൺഗ്രസ് ഒരിക്കലും മതത്തിന്റെ പേരിൽ വോട്ട് തേടുകയോ അധികാരത്തിനായി വില പേശുകയോ ചെയ്തിട്ടില്ല. കോൺഗ്രസ് ജനങ്ങളെ ഒന്നിപ്പിക്കുമ്പോൾ BJP ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ്. ഇന്ന് ചരിത്രത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന അവരുടെ പൂർവികർ ചരിത്രത്തിൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നുവെന്നും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. कांग्रेस ने कभी धर्म के नाम पर वोट नहीं मांगा. कांग्रेस ने कभी मंदिर मस्जिद के नफरत नहीं फैलाई. कांग्रेस जोड़ती है, BJP तोड़ती है. कांग्रेस ने धर्म को आस्था ही रखा, पर कुछ लोगों ने धर्म को राजनीति बना दिया. आज BJP के पास सत्ता है, लेकिन उनके पास सच्चाई नहीं है. इसीलिए कभी आंकड़े छुपाए जाते हैं, कभी जनगणना रोकी जाती है, कभी संविधान बदलने की बातें होती है. जो आज इतिहास पर भाषण दे रहे हैं, उनके पूर्वज इतिहास से भाग रहे थे. कांग्रेस विचारधारा है और कांग्रेस विचारधारा कभी मरती नहीं. ദിഗ്വിജയ് സിംഗിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ശശി തരൂർ MP. മുതിർന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ ദിഗ്വിജയ് സിംഗ് RSSന്റെ സംഘടനാ സംവിധാനത്തെ പ്രശംസിച്ചതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ശശി തരൂരിന്റെ മറുപടി. നമ്മുടെ സംഘടന കൂടുതൽ ശക്തവും ഉള്ളിൽ നിന്ന് പ്രതിരോധിക്കാൻ കഴിവുള്ളതുമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദിഗ്വിജയ് സിംഗിന് സ്വന്തം അഭിപ്രായം പറയാമെന്നും മറ്റു കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിന്റെ സ്ഥാപക ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയപ്പോഴും ശശി തരൂരും ദിഗ്വിജയ് സിംഗും ഒരുമിച്ചായിരുന്നു. ഈ വർഷത്തെ അവസാന മൻ കി ബാത്തിൽ 2025 നേട്ടങ്ങളും നഷ്ടങ്ങളും വിശദീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2025 ദേശീയ സുരക്ഷ, കായികം, ശാസ്ത്ര മുന്നേറ്റം എന്നീ മേഖലകളിൽ അഭിമാനകരമായ നാഴികക്കല്ലുകളുടെ വർഷമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഓരോ ഇന്ത്യക്കാർക്കും അഭിമാനത്തിന്റെ പ്രതീകമായി മാറി. ദേശീയ സുരക്ഷയിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ലോകം കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയായിരുന്നുവെന്നും മോദി കൂട്ടിച്ചേർത്തു. വന്ദേ മാതരത്തിന്റെ 150 വാർഷികത്തെക്കുറിച്ചും വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേട്ടത്തെക്കുറിച്ചും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യത്തെ ഭാഷകൾ വരും തലമുറയെ പഠിപ്പിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. തമിഴ് ഭാഷയുടെ മഹത്വത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ മോദി പരാമർശിച്ചു. സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ യുക്രൈനിൽ ആക്രമണം കടുപ്പിച്ച് റഷ്യ. യുക്രൈൻ തലസ്ഥാനമായ കെയ്വിന് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 പേർ മരിച്ചു, 30ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു. ഇന്നലെ നടത്തിയ ആക്രമണം 10 മണിക്കൂറോളം നീണ്ടു നിന്നതായാണ് വിവരം. കെയ്വിലെ ഊർജ്ജ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യ ഏകദേശം 500 ഡ്രോണുകളും 40 മിസൈലുകളും അയച്ചെന്നും പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചു.
റഷ്യൻ ആക്രമണത്തിൽ കീവിലും പരിസരത്തുമുള്ള 1 ദശലക്ഷത്തിലധികം വീടുകളിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടുവെന്നും തലസ്ഥാനത്തെ 40% വീടുകളും ഹീറ്റിംഗ് സംവിധാനം ഇല്ലാത്തതിനാൽ കഠിന ശൈത്യത്തിൽ ബുദ്ധിമുട്ടുകയാണെന്നും യുക്രൈൻ വികസനകാര്യമന്ത്രി പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതും സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ട്രംപ് സെലൻസ്കി ചർച്ചകൾ നടക്കാനിരിക്കെയാണ് റഷ്യ ആക്രമണം കടുപ്പിച്ചത്. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ 17 വർഷത്തെ വിദേശവാസത്തിന് ശേഷം ബംഗ്ലാദേശിലേക്ക് തിരികെ എത്തുന്നു. കനത്ത സുരക്ഷയിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനായ താരിഖ് നാട്ടിലെത്തുന്നത് പ്രമാണിച്ച് എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചതായി പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. താരിഖ് വന്നിറങ്ങുന്ന ഹസ്രത് ഷാ ജലാൽ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം ബംഗ്ലാദേശിൽ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ BNP മുഖ്യ പാർട്ടിയായി മാറുമ്പോഴാണ് താരിഖിന്റെ തിരിച്ചുവരവ്. ഫെബ്രുവരിയിലെ പൊതുതെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കായിക വാർത്തയാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ 10,000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുന്നു ഇന്ത്യൻ താരം സ്മൃതി മന്ധാന. ശ്രീലങ്കയ്ക്കെതിരായ 4ാം T20യിലാണ് നേട്ടം. രാജ്യാന്തര ക്രിക്കറ്റിൽ 10,000 റൺസ് തികയ്ക്കുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ് മന്ധാന. മിതാലി രാജാണ് സ്മൃതി മന്ധാനയ്ക്ക് മുൻപ് ഈ നേട്ടത്തിലെത്തിയ ഇന്ത്യൻ വനിതാ ബാറ്റർ. ശ്രീലങ്കയ്ക്കെതിരെ 4ാം T20ക്ക് ഇറങ്ങുന്നതിന് മുൻപ് 10,000 റൺസ് ക്ലബിലേക്ക് എത്താൻ 27 റൺസ് കൂടിയാണ് മന്ധാനയ്ക്ക് വേണ്ടിയിരുന്നത്. സ്മൃതി മന്ധാന എങ്ങനെ 10,000 റൺസ് എന്ന ആ നേട്ടം കൈവരിച്ചിരിക്കുന്നു. ഏറെ സന്തോഷകരമായ വാർത്തയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമായ വാർത്തയാണ് ഇത്. ശ്രീലങ്കയ്ക്കെതിരായ 4ാം T20യിലാണ് കാര്യവട്ടത്ത് നടക്കുന്ന ആ മാച്ചിലാണ് ആ ഒരു നേട്ടം സ്മൃതി മന്ധാന കൈവരിച്ചിരിക്കുന്നത്. ഈ പരമ്പരയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഒരു T20 പരമ്പരയെ സംബന്ധിച്ച് ഇന്ത്യ ജയിച്ചു കഴിഞ്ഞു. അതായത് ഈ പരമ്പര സ്വന്തമാക്കി കഴിഞ്ഞു. പക്ഷേ ഒരു ആശ്വാസ ജയം ശ്രീലങ്കയ്ക്ക് ലഭിക്കുമോ എന്നതൊക്കെയാണ് ഇന്നത്തെ മാച്ചിൽ നമുക്ക് കണ്ടറിയേണ്ടത്. ശ്രീലങ്ക അതായത് ഇന്നത്തെ മത്സരം എന്നുള്ളത് ഇന്ത്യ തോറ്റാലും ആ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞു. കാരണം ആദ്യത്തെ 3 മത്സരങ്ങൾ ഇന്ത്യ നേടിക്കഴിഞ്ഞു. ഇന്ത്യ തൂക്കിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ മത്സരത്തിലെ ഏറെ പ്രത്യേകത എന്ന് പറയുന്നത് 10,000 റൺസ് സ്മൃതി മന്ധാന തികച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഏറെ ആ 10,000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് ഇന്ത്യൻ താരം സ്മൃതി മന്ധാന എന്നുള്ളത്. ഇതിന് മുൻപ് അതായത് ഇത്തരത്തിൽ 10,000 റൺസ് തികയ്ക്കുന്ന 2ാമത്തെ ഇന്ത്യൻ വനിതാ താരമാണ്. ലോക വനിതാ താരങ്ങളെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 4ാമത്തെയാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ വനിതാ താരങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അത് 2ാമത്തെയാണ്. ഇതിനു മുമ്പ് മിതാലി രാജാണ് സ്മൃതി മന്ധാനയ്ക്ക് മുൻപ് ഈ നേട്ടത്തിലെത്തിയ ഇന്ത്യൻ വനിതാ ബാറ്റർ എന്ന് പറയുന്നത്. ശ്രീലങ്കയ്ക്കെതിരെ ആ 4ാം T20യിലാണ് ആ ഒരു നേട്ടമുണ്ടായത്. ഈ 4ാം T20ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 10,000 റൺസ് ക്ലബിലേക്ക് എത്താൻ 27 റൺസ് മാത്രം മതിയായിരുന്നു. അത് എളുപ്പത്തിൽ എടുത്ത് ആ ഒരു ക്ലബിലേക്ക് കയറി 10,000 ക്ലബിലേക്ക് കയറിയിരിക്കുന്നു. 100 കോടി ക്ലബ് എന്നൊക്കെ പറയുന്ന പോലെ 10,000 റൺസ് ക്ലബിലേക്ക് കയറിയിരിക്കുന്നു സ്മൃതി മന്ധാന. ഇന്ത്യയിലെ 2ാമത്തെ ഇന്ത്യൻ താരമാണ്. മുമ്പ് മിതാലി രാജാണ്. അങ്ങനെ മിതാലി രാജിൻ്റെ കൂടെ മറ്റൊരു ഇന്ത്യൻ താരം കൂടി വരികയാണ്. സ്മൃതി മന്ധാന കൂടി ആ ക്ലബിലേക്ക് കയറിയിരിക്കുന്നു. ആ ക്ലബിൽ 10,000 റൺസ് ക്ലബിൽ ഇടം നേടിയിരിക്കുന്നു. മറ്റു വാർത്തകൾ നോക്കാം. സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ചലച്ചിത്ര പ്രവർത്തക നൽകിയ ലൈംഗികാതിക്രമ പരാതിയിൽ സർക്കാർ നടപടികളിലെ കാലതാമസത്തെ രൂക്ഷമായി വിമർശിച്ച സിനിമാ രംഗത്തെ സ്ത്രീ കൂട്ടായ്മയായ വിമൺ ഇൻ സിനിമ കളക്റ്റീവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതിപ്പെട്ടിട്ടും മറുപടിയില്ലായിരുന്നുവെന്നും FIR ഇട്ടത് ദിവസങ്ങൾക്ക് ശേഷമാണെന്നും WCC സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വിമർശിച്ചു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതിലൂടെ PT കുഞ്ഞുമുഹമ്മദ് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തി എന്നാണ് കൂടെയുള്ളവർ വിശ്വസിക്കുന്നതെന്നും സിസ്റ്റം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നുവെന്നും കൂട്ടായ്മ പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയും ഗവൺമെന്റിന്റെ സിസ്റ്റവും രാഷ്ട്രീയ ഭേദമന്യേ അതിജീവിതമാരെ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം സംഭവങ്ങളിൽ ഗവൺമെന്റ് പ്രഖ്യാപനങ്ങളുടെ മെല്ലെപ്പോക്ക് പൊറുക്കാനാവാത്തതാണെന്നും WCC വ്യക്തമാക്കി. വിഷയത്തിൽ ചലച്ചിത്ര അക്കാദമി സ്വീകരിക്കുമെന്ന് പറഞ്ഞ നടപടികളും IFFK വേദിയിൽ അടക്കം നടത്തിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളായി തന്നെ അവശേഷിക്കുകയാണെന്നും WCC പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. തൃശൂർ ശ്രീനാരായണപുരം പത്താഴക്കാട് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന് വൈരാഗ്യത്തിൽ CPI പ്രാദേശിക നേതാവിനെ ആക്രമിച്ചതായി പരാതി. പത്താഴക്കാട് സ്വദേശിയും CPI ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ സബീറിനെയാണ് ആക്രമിച്ചത്.
അക്രമികൾ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് പ്രദേശത്ത് ചില ചെറുപ്പക്കാർ ലഹരി ഉപയോഗിച്ചതിനെ താൻ ഉൾപ്പെടെ ഉള്ളവർ ചോദ്യം ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിറകിലെന്ന് സബീർ പറഞ്ഞു. ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ആർക്കും ഈ ഡ്രഗ്സ് മാഫിയനെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിലാണ്. നമ്മൾ പോലീസുകാരെടുത്ത് ഒരുപാട് പേരെടുത്തും ഇപ്പോൾ വിളിച്ച് കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പോലീസുകാർക്കും പരിമിതികളും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അവരും ഒരുപാട് അന്വേഷിച്ച് ഇവരൊക്കെ നടന്നിട്ടും ഇവരെ കിട്ടാറില്ല. അപ്പം അങ്ങനത്തെ ഒരു വിഷയങ്ങളാണ്. അവരെ രക്ഷിതാക്കൾ എടുത്ത് പറഞ്ഞാലും അവർ നമ്മളെടുത്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്ന രീതിയിലാണ് ഇപ്പം ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ. തൃശൂർ കുന്നംകുളത്ത് ബോഡി ബിൽഡറായ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം സ്വദേശി അനിരുദ്ധാണ് മരിച്ചത്. ഉറങ്ങാൻ കിടന്ന അനിരുദ്ധ് രാവിലെ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ ചെന്ന് നോക്കിയപ്പോഴാണ് അനക്കമില്ലാത്ത നിലയിൽ കണ്ടെത്തുന്നത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു. ഉറക്കത്തിനിടെയുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണമെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷത്തെ മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പിലെ വിജയിയായിരുന്നു അനിരുദ്ധ്. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കർണാടകയിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്ത സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഉണ്ടായതെങ്കിലും ജനങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. കർണാടകയിൽ സത്യം പറഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. എല്ലാവർക്കും അതിൽ വിഷമമുണ്ട്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ഗവൺമെൻറ് കുടിയെടുപ്പിക്കേണ്ടി വന്നു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ന്യായമുണ്ട്. അവിടെ ഗവൺമെൻറ് ഭൂമിയാണല്ലോ അത്. അപ്പോൾ ആ നിലയ്ക്ക് ഗവൺമെൻറ് നടപടി എടുത്താണ്. പക്ഷേ അതിങ്ങനെയായി. അതേ അവസരത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവിടെ പുനരധിവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കും, അവരെ പുനരധിവസിപ്പിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് അത്തരത്തിൽ ആ ഒരു സംഭവം, അതായത് 300ഓളം പേരെ കുടിയൊഴിപ്പിച്ച ഒരു സംഭവമാണ്. ബുൾഡോസർ വെച്ച് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവരുടെ വീടുകൾ തകർത്ത സംഭവമാണ്. യു പിയിൽ അത്തരത്തിലുള്ള ബുൾഡോസർ രാഷ്ട്രീയം നടന്ന സമയത്ത് കേരളത്തിലൊക്കെ വലിയ വിമർശനം ഉണ്ടായതാണ്. ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവ് കുഞ്ഞാലിക്കുട്ടി അടക്കം അതിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നത് കർണാടകയിൽ ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ തകർത്ത ആ സംഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് പറയുന്നത്. സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടി ഉണ്ടായതെങ്കിലും ജനങ്ങളുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കിയ ആ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇടവേള. കേരളത്തിൽ ആദ്യമായി പാൽപ്പൊടി ഇല്ലാത്ത പാലുമായി എളനാട് ഫ്രഷ് കൗ മിൽക്ക്. ആടാനും പാടാനും കൂടാനും ചാടാനും പറ്റിയാൽ ചാടിക്കാനും കേരളത്തിന്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം എവിടെ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വയനാട് ടൂറിസവും ബോച്ചെ 1000 ഏക്കർ ലേബർ വെൽഫെയർ കമ്മിറ്റിയും സംയുക്തമായി വയനാട്ടിലെ ബോച്ചെ 1000 ഏക്കറിൽ വെച്ച് ഡിസംബർ 23 മുതൽ ജനുവരി 4 വരെ ദിവസവും 4 മണി മുതൽ വയനാട് ടൂറിസം കാർണിവൽ നടത്തുന്നു. അപ്പൊ നമുക്ക് 31-ന് വേടനും ഗൗരി ലക്ഷ്മിക്കൊപ്പം അടിച്ചു പൊളിക്കാം. ഏർലി ബേർഡ്സ് ടിക്കറ്റുകൾ ഇപ്പോ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കൂടാതെ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. പിന്നെ ഏറ്റവും വലിയ പാപ്പാനിയ കത്തിക്കലും വെടിയും പുകയുമായി നമുക്കൊന്ന് അർമാദിക്കല്ലേ. ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. മാഡം ഇത് മറന്നു വെച്ചു. വായിച്ചു നോക്കേ.
ജീവിതത്തിലെ ചെറുനന്മകൾ ആഘോഷിക്കുവാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത ചേരുവകളാൽ തയ്യാറാക്കിയത് എലൈറ്റ് പ്ലം കേക്ക്. Make this a solar-powered Christmas with Elite Plum Cakes. താങ്ക്സ് ടു മാക്സിവിഷൻ അഡ്വാൻസ്ഡ് ഐ കെയർ സർജറി. ആളുകൾ കണ്ണടകളോട് വിട പറയുകയാണ്. സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജി, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ആൻഡ് വേൾഡ് ക്ലാസ് പേഷ്യന്റ് കെയർ. ഞങ്ങൾ നോക്കിക്കൊള്ളാം. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Tripprayar. മൈ ചോയ്സ്, നാലാൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. മലയോര കർഷകരുടെ മായമില്ലാത്ത രുചിക്കൂട്ട് ബയോ മൗണ്ടൻ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്. തലശ്ശേരി അതിരൂപതയുടെ സംരംഭം. കുന്നോത്ത്, ഇരിട്ടി. അറിഞ്ഞോ, യൂറോപ്പ് ഇനി കൊല്ലത്തേക്ക്. കൊല്ലം തിരുമുല്ലവാരത്ത് 2 ഏക്കറിൽ ഒരുക്കിയ സ്നോ ഗ്രാമത്തിൽ ആർട്ടിഫിഷ്യൽ സ്നോ, റോയൽ ബ്രിട്ടീഷ് പരേഡ്, യൂറോപ്യൻ കൾച്ചറൽ ഷോ, യൂറോപ്യൻ ഫുഡ് ഫെസ്റ്റ്, ഫ്ലെമിംഗോ ഡാൻസ് എന്നിങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ മാസ്മരിക ലോകത്തേക്ക് ഏവർക്കും സ്വാഗതം. വിളിക്കൂ 9495329847. ശരണമന്ത്രം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. ശബരിമലയിൽ വരുമാനത്തിൽ വർധന. 332,77 ലക്ഷം രൂപയാണ് മണ്ഡലകാലത്ത് ശബരിമലയിൽ വരുമാനമായി ലഭിച്ചത്. 36 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ഉറപ്പാക്കാനായെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. കഴിഞ്ഞ മണ്ഡലകാലത്തേക്കാൾ ഈ വർഷം വരുമാനത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായത്. വെള്ളിയാഴ്ച വരെ മാത്രം 332.77 കോടി രൂപയാണ് വരുമാനം. 83.17 കോടി രൂപ കാണിക്കയായി ലഭിച്ചു. കഴിഞ്ഞ വർഷം 297.06 കോടിയായിരുന്നു 41 ദിവസത്തെ വരുമാനം. 30 ലക്ഷത്തിന് മുകളിലേറെ തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. വരുമാനത്തിലെ വർധനവ് ഭക്തരുടെ വർദ്ധിച്ച വിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു. ഈ കുത്തകലേലം, അതുപോലെ തന്നെ നടവരുമാനം, അരവണ സെയില്, മുറിയുടെ വാടക എല്ലാം കൂടെ ചേർത്ത് ഇന്നലെ വരെ 332 കോടിയാണ് ശബരിമലയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അത് സാധാരണഗതിയിൽ മണ്ഡലപൂജ ആവുമ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. ശബരിമലയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഭക്തന്മാർ തന്നിട്ടുള്ള പണമെടുത്ത് നല്ല ഭക്ഷണം കൊടുക്കുക, അന്നദാന പ്രഭുവായ അയ്യപ്പൻ്റെ പേരിൽ നല്ല ഭക്ഷണം കൊടുക്കുക എന്നൊരു ചിന്തയാണ് ഈ അന്നദാനത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അത് ഭക്തന്മാരുടെ ഒരു സഹകരണമാണ്, അതിനകത്ത് ഭക്തന്മാരുടെ ഒരു വിശ്വാസമാണ് അതിനകത്ത് പ്രതിഫലിക്കുന്നത്. അരവണ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. മകരവിളക്കിനായി നട തുറക്കുമ്പോൾ 12 ലക്ഷം ടിൻ അരവണയുടെ കരുതൽ ശേഖരമുണ്ടാകും. 10 എന്ന നിയന്ത്രണം തുടർന്നാൽ ശേഷിക്കുന്ന കാലയളവിൽ പ്രശ്നം ഉണ്ടാകില്ല. കൂടുതൽ വേണ്ടവർക്ക് ജനുവരി 20 ശേഷം തപാൽ മാർഗം അയക്കുന്നതിനുള്ള നടപടികൾ ബോർഡ് സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ഉത്സവത്തിനായി 30 നട വീണ്ടും തുറക്കും. ജനുവരി 14 മകരവിളക്ക്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം, കുബേരാശ്രമം, ആയൂർ, കൊല്ലം. പ്രധാനപ്പെട്ട വാർത്തയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് CPIM നേരത്തെ തന്നെ ആ നിലപാടിലേക്കൊക്കെ തന്നെയാണ് എത്തിയിരുന്നത്. സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാ വീഴ്ചയുണ്ടായെന്നും ശബരിമല വിവാദം തിരിച്ചടിച്ചെന്നും CPIM സംസ്ഥാന സമിതി വിലയിരുത്തുന്നു. ഒടുക്കം ആ വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ശബരിമല വിവാദം തിരിച്ചടിയായി എന്ന് CPIM സംസ്ഥാന സമിതി വിലയിരുത്തിയിരിക്കുകയാണ്.
എന്നാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നുള്ളതും കൂടിയാണ് ഒരു വിലയിരുത്തലുള്ളത്. സംസ്ഥാന സമിതി വിലയിരുത്തലാണ്. സ്വർണ്ണ കവർച്ചയിൽ നടപടിയില്ലാത്തത് തിരിച്ചടിയായി. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേർക്കും സമാന അഭിപ്രായമാണ് ഉണ്ടായത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ ആയില്ലെന്നും സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നു. അതായത് സംസ്ഥാന സമിതിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു യോഗം തന്നെ എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം സുപ്രധാനമായി ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവിടെ ഉയർന്നു. ഭൂരിഭാഗം പേർക്കും അത്തരത്തിലുള്ള സമാന അഭിപ്രായങ്ങൾ ഉയർന്നു എന്നുള്ളതാണ് ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേർക്കും. അതായത് സ്വർണ്ണ കവർച്ചയിൽ നടപടിയില്ലാത്തത് തിരിച്ചടിയായി. ശബരിമല വിവാദം തിരിച്ചടിയായി. ഇത്തരത്തിലുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായിട്ടില്ല. അതാണ് സംസ്ഥാന സമിതി യോഗത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് CPIM വിലയിരുത്തിയിരിക്കുന്നത്. സർക്കാർ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സംഘടനാ വീഴ്ചയുണ്ടായിട്ടുണ്ട്. അതൊക്കെ വലിയ തിരിച്ചടിയായി. ശബരിമല വിവാദം തിരിച്ചടിയായി. സ്വർണ്ണക്കവർച്ചയിൽ നടപടിയില്ലാത്തത് തിരിച്ചടിയായി എന്നുള്ളതൊക്കെയാണ് CPIM സംസ്ഥാന സമിതി യോഗത്തിലെ വിലയിരുത്തലുകൾ എന്ന് പറയുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരുടെയും അഭിപ്രായമാണിത്. ആ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചാണ് ഇത്തരത്തിലൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനായിട്ടില്ല എന്നുള്ളതും കൂടി സംസ്ഥാന സമിതിയിൽ അഭിപ്രായം ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,730 രൂപ, പവന് 85,840 രൂപ. വെള്ളി ഗ്രാമിന് 250 രൂപ, കിലോയ്ക്ക് 2,50,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. കോഴിക്കോട് കക്കടാംപൊയിലിൽ ഇതര സംസ്ഥാനക്കാരിയായ 16-കാരി ജീവനൊടുക്കി. ആസാം സ്വദേശിനി സുമനാണ് വിഷം കഴിച്ച് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഉടനടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തെ തിരുവമ്പാടി പോലീസ് ചോദ്യം ചെയ്തു. വീട്ടിലുണ്ടായ ചെറിയ വഴക്കിന്റെ ഭാഗമായി വിഷം കഴിച്ചതാണെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. തൃശൂർ ചാലക്കുടിയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് കുറുകെ കാർ വട്ടം വയ്ക്കുകയും ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. തുറവൂർ സ്വദേശി എബിൻ, അങ്കമാലി സ്വദേശി ഷിൻഡോ, കറുകുറ്റി സ്വദേശി ബെൽജോ എന്നിവരെയാണ് അങ്കമാലിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ചായിരുന്നു ആക്രമണം. തൊടുപുഴ സ്വദേശി അബ്ദുൾ ഷുക്കൂറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ബസ് തടഞ്ഞ പ്രതികൾ അബ്ദുൾ ഷുക്കൂറിനെ അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് ബസിന്റെ താക്കോൽ ബലമായി ഊരിക്കൊണ്ടുപോവുകയുമായിരുന്നു. സംഭവത്തിൽ മറ്റ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇടുക്കി കട്ടപ്പനയിൽ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി.